വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനത്തിന് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതിൽ പ്രതിഷേധം ശക്തമായതോടെ നിലപാട് മാറ്റി സർക്കാർ. വി.ഡി. സതീശനെ ക്ഷണിച്ചുവെന്ന് മന്ത്രി വി.എൻ. വാസവൻ അറിയിച്ചു. എന്നാൽ ചടങ്ങിൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചിട്ടില്ല. മെയ് 2-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനത്തിന് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചില്ലെന്ന ആരോപണവുമായി എം. വിൻസെന്റ് എം.എൽ.എ. മാധ്യമങ്ങളെ കണ്ടതോടെയാണ് വിവാദം വലുതായത്. ഈ തുറമുഖത്തെ തുറന്ന് എതിർക്കുമ്പോഴും ഈ കരാറിനെ തുറന്നെതിർക്കുമ്പോഴും പ്രതിപക്ഷ നേതാവിനെ തുറമുഖത്തിന്റെ ശിലാസ്ഥാപന ചടങ്ങിലേക്ക് ക്ഷണിക്കുകയും പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള എല്ലാ കക്ഷികളുടെയും അഭിപ്രായം എഗ്രിമെന്റിന് മുമ്പ് തേടുന്നതിന് വേണ്ടി സർവകക്ഷി യോഗവും വിളിക്കുകയും ചെയ്ത ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമീപനവും ഈ പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ പ്രതിപക്ഷത്തെ അകറ്റി നിർത്തണം എന്ന നിലയിലുള്ള സർക്കാരിന്റെ സമീപനവും സമൂഹം ചർച്ച ചെയ്യണം. ഇതൊരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു സമീപനമാണ്. സർക്കാരിന്റെ 4ാം വാർഷികാഘോഷ പരിപാടികൾ UDF ബഹിഷ്കരിച്ചത് മൂലമാണ് പ്രതിപക്ഷ നേതാവിനെ പരിപാടിയിലേക്ക് ക്ഷണിക്കാത്തത് എന്ന വിചിത്രവാദമാണ് സർക്കാർ ആദ്യം ഉയർത്തിയത്. വിഴിഞ്ഞത്തേക്ക് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചുവെന്നും ഇന്നാണ് ക്ഷണക്കത്ത് നൽകിയതെന്നും വിവാദത്തെ തുടർന്നല്ല തീരുമാനമെന്നും മന്ത്രി വി.എൻ. വാസവൻ. ആര് പറഞ്ഞു ക്ഷണിച്ചില്ല? ഞാനല്ല കത്ത് എഴുതി കൊടുത്ത്. കത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ തന്നെ എന്റെ ലെറ്റർപാഡിൽ അദ്ദേഹത്തിന് പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് കൊടുത്തു. തുറമുഖത്തെ ആദ്യ ചരക്ക് കപ്പലിനെ സ്വീകരിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കുകയും അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ട്രയൽ റൺ ഉദ്ഘാടനത്തിൽ നിന്ന് ഒഴിവാക്കി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ പിതൃത്വം അവകാശപ്പെട്ട സർക്കാരും പ്രതിപക്ഷവും ഒരേപോലെ തമ്മിലടിക്കുകയാണ്. ഇതിനിടെയാണ് പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കൽ. ക്ഷണിതാക്കളുടെ അന്തിമ പട്ടിക തയ്യാറാക്കി തിരിച്ചയക്കേണ്ടത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ്. ഇതിൽ ഔദ്യോഗിക തീരുമാനമായിട്ടില്ല. ഒപ്പം പരിപാടിയിൽ പങ്കെടുക്കുമോ എന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും വ്യക്തമാക്കിയിട്ടില്ല. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.